തെരുവിലെ ഒരു നായ വിശന്ന് വലഞ്ഞ് എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ എന്ന ചിന്തയിൽ അങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു വീട്ടുമുറ്റത്ത് തനിച്ച് ഒരു കോഴി ഇരുന്ന് അങ്ങനെ വിശ്രമിക്കുക. അപ്പോൾ ഈ പട്ടി എങ്ങനെയെങ്കിലും ഈ വീടിനകത്ത് കയറി ഈ കോഴിയായിട്ട് ചങ്ങാത്തം സ്ഥാപിച്ച് സൗഹൃദ ഭാവം നടിച്ച് ഇവനെ കൊന്നു തിന്നുക എന്നുള്ള ഉദ്ദേശത്തിൽ ഈ പട്ടി ഈ വീടിൻ്റെ അകത്ത് പ്രവേശിച്ചു. എന്നിട്ട് ഈ നായ ഈ കോഴിയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച്, എന്തുണ്ട്, സുഖമാണോ, ചൂടൊക്കെ എങ്ങനെയുണ്ട് എന്ന രീതിയിൽ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ കോഴിക്ക് മനസ്സിലായി ഈ പട്ടി തന്നെ ഉപദ്രവം ചെയ്യാൻ വന്നിരിക്കുക തന്നെയാണ്, സംശയമൊന്നുമില്ല. അവൻ്റെ നോട്ടവും ഭാവവും കാണുമ്പോഴേ അറിയാം. അവൻ്റെ കണ്ണുകൾ ഏതൊക്കെ രീതിയിൽ പോകുന്നു എന്ന് കാണുമ്പോൾ അറിയാമല്ലോ ഒരു കോഴിക്ക്. അങ്ങനെ ഈ കോഴി എന്ത് ചെയ്തു, നമുക്ക് പിന്നാക്കം ചൂടൊക്കെ കുറവാണ്, നമുക്കവിടെ വൃക്ഷത്തിന് തണലൊക്കെ ഉണ്ട്, അവിടെ ചെന്നിരുന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ പട്ടി വിചാരിച്ച് കൊള്ളാമല്ലോ, പിന്നിലാവുമ്പോൾ വീടിൻ്റെ പിന്നിലാവുമ്പോൾ കുറച്ചുകൂടി സൗകര്യമുണ്ട്, ഇതിനെ കൊന്നു തിന്നാം എന്ന ചിന്തയോടുകൂടി ഈ പട്ടി ഈ കോഴിയുമായിട്ട് വീടിൻ്റെ പുറകിൽ പോയി. എന്നിട്ട് ഈ കോഴി പതുക്കെ നടന്ന് വരുന്നു എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. നിൽക്കുന്ന അന്നേരം അവിടുത്തെ വലിയ പട്ടി, ആ വീട്ടിലെ വലിയ ഒരു നായ. ഈ കോഴിയും ഈ പട്ടിയായിട്ട് വളരെ അടുപ്പമുണ്ടല്ലോ. വീട്ടിൽ ഇവർ രണ്ടുപേരും ഒരു യജമാനൻ്റെ ആണല്ലോ ഇവർ രണ്ടുപേരും, കോഴിയും പട്ടിയും. ഇവർ തമ്മിൽ നല്ല സൗഹൃദമാണ്. അപ്പോൾ അങ്ങനെ ഈ തെരുവിലെ നായെ ഈ വീട്ടിലെ പട്ടിയെന്ന് വെച്ചാൽ സമയാസമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കുകയല്ലേ. ഈ തെരുവിലെ നായെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്ത് അങ്ങനെ ഈ തെരുവിലെ നായ മുറിവും ചതിവുമായിട്ട് കൈയും അതിൻ്റെ കാലുകൾ, അതിൻ്റെ കൈ എന്ന് പറയുന്ന ഹിൻഡ് ലെഗ്സ് ആണല്ലോ, ആയിട്ട് നൊണ്ടി ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒരാളെ ചതിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നിൽ അയാൾക്കും ചതി ഉണ്ടാകും എന്നൊരു തോന്നൽ മനുഷ്യർക്കാണെങ്കിലും വേണം. അതാണ് ഈ കഥയുടെ പൊരുൾ. അപ്പോൾ ഈ പട്ടിയാണെങ്കിൽ ഒരു സൂത്രം പ്രയോഗിച്ച് ഈ കോഴി അകത്താക്കാന്ന് ചിന്തിച്ചു. കോഴിയാണെങ്കിൽ അതിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അത് സൂത്രം ഉപയോഗിച്ച് ഈ പട്ടിക്ക് ഒരു പണി കൊടുത്തു. അതാണ് ഈ കഥയുടെ പൊരുൾ. ഇത് തന്നെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ബലഹീനരാണ് മറ്റുള്ളവരെന്ന് കരുതാനും പാടില്ല. അതാണ് ഈ കഥയുടെ മറ്റൊരു സന്ദേശം. ഇതാണ് നമ്മുടെ സൈക്കോളജിക്കലായിട്ട്, ബുദ്ധിപരമായിട്ട് നമ്മുടെ ചിന്തയ്ക്ക് വികാസം വരുന്ന ചിന്താശകലങ്ങളും ധ്യാനങ്ങളും കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, സൈക്കോതെറാപ്പി, അതിന് ഒത്തിരി ഡെപ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വന്നിട്ട് എൻ്റെ സേവനം എടുക്കാം. ഉക്കുലേലെ എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻസ്, ഒരുപാട് ആയിരക്കണക്കിന് മെഡിറ്റേഷൻസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാം. NP സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തലയിൽ. ഞാൻ ആയിത്തല്ല മെഡിറ്റർ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റായിട്ട്. 9605743596 എന്ന നമ്പർ വിളിക്കാൻ വരാം. നിങ്ങൾ ഉക്കുലേലെ മെഡിറ്റേഷൻസ്, സുഗന്ധം, സംഗീതം, ധ്യാനം, അറിവ് എന്നിവ കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. വന്ന് ധ്യാനം അനുഭവിക്കൂ. അതുപോലെ കൗൺസിലിംഗ് സേവനം നേടൂ. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒക്കെ പ്രയോജനപ്പെടും. ശാസ്ത്രീയമായിട്ട് 100% ഔഷധരഹിതം, സുരക്ഷിതമാണ്. വരിക, വന്ന് പ്രയോജനപ്പെടുത്തുക.